എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ കരുതുന്ന എന്തെന്ന് ഫസ്റ്റ് തന്നെ ഇങ്ങനെ മുടി വാഷ് ചെയ്തതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നെഴുതും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നാച്ചുറലിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ കുറച്ച് ഹെയർ സ്റ്റൈൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഒരു വേറെ ഇത് നോർമൽ കട്ടാണെന്നൊക്കെ പറഞ്ഞു. ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ പിന്നെ ഓല ഫോണിൽ വേറെ ആൾക്കാരെ കട്ട് ചെയ്തതൊക്കെ കാണിച്ചു തന്നു. പിന്നെ ഹെയർ വാഷ് ചെയ്ത് ഷാമ്പു ഇട്ടപ്പോൾ പറഞ്ഞു ഇനി ഷാമ്പു യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഷാമ്പു മേടിച്ചിട്ടില്ല, മേടിക്കണം. പിന്നെ എന്നെ ഒരു ചെറിയൊരു ചെയറിൽ കൊണ്ടെത്തിട്ടോ. ചെറിയ കുട്ടികൾ പോലത്തെ ഇതിലേ എന്നെ എത്തിയത്. അത് നല്ല ഹൈറ്റിലായിരുന്നു. പിന്നെ അതൊന്ന് താഴ്ത്തിയിട്ട് നേരാക്കി തന്നു. എന്നിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഓലിങ്ങനെ നല്ല രീതിയിൽ വാർന്നെടുക്കുകയാണ്. ഓരോ ഡ്രസ്സിൽ കയ്യിൻ്റെ അവിടെ ഇങ്ങനെ കുറേ ക്ലിപ്പുണ്ട്. ഇവിടെ തലയിൽ കുത്തി വെക്കാനാണെന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനെന്തോ എനിക്ക് എന്തോ ഇങ്ങനെ മുഖം ഇങ്ങനെ ചെറിയുന്നത് എൻ്റെ കയ്യൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നേക്കണേ. പിന്നെ ഓല ഇങ്ങനെ വലിക്കുമ്പോഴേക്ക് വരുത്താവുന്നിട്ട് പറയും ഹെഡ് പിന്നിക്ക് വലിച്ചു പറയും. അപ്പോൾ എനിക്ക് വരുത്താകുമ്പോഴുള്ള എക്സ്പ്രഷനാണ് ആ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഓരോന്ന് കട്ട് ചെയ്യുമ്പോഴൊക്കെ നോക്കും. പിന്നെ എൻ്റെ മുടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തു. ഹെയർ കട്ട് ചെയ്ത ശേഷം എൻ്റെ അമ്മ അവിടെ എന്നിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നെ അത് എൻ്റെ മേലെ പൂജ ചെയ്യണിൽ ഒരു കെട്ടി വെച്ച് മേലെ ആ ക്ലിപ്പ് വെച്ച് പിന്നെ സൈഡിലും ഓരോ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ വാപ്പ ചോദിച്ചു, എൻ്റെ വാപ്പ മുടി കട്ട് ചെയ്യണം, ഞങ്ങൾ മുടി കട്ട് ചെയ്യണം എന്നുള്ള ഒരേ ഇതിലാണ് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ വാപ്പ ചോദിച്ചത് എത്ര രൂപയെന്ന് വെട്ടണേൻ്റെ അടക്കാണ് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞ് 1000 rupees. അപ്പോൾ ഞാൻ 1000 രൂപ, ഞാൻ വെറും 600-700 രൂപ കരുതിയെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ മുടി ഒരു മറ്റേ വട്ടത്തിലുള്ള ചീർപ്പിൻ കൊണ്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ എടുത്തു. വരുത്തുണ്ടായിരുന്നു വലിക്കുമ്പോൾ. പിന്നെ ആ ഡ്രയറും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പല ഇങ്ങനെ നീറായിരുന്നു. നീറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തു പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പുറത്ത് വേറൊരു പെണ്ണിൻ്റെ ഇങ്ങനെ മുടി ഇങ്ങനെ കളർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് എൻ്റെ വാപ്പാനത്ത് പോലും വേറൊരു കാര്യം പറഞ്ഞത്, ഇതൊരു കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് പോകും എന്നുള്ളത്. അപ്പം എൻ്റെ വാപ്പ അതാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. എൻ്റെ മുടി ഇങ്ങനെ വിൽക്കുമ്പോൾ എനിക്ക് നല്ല വരുത്താറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ മുന്നിക്ക് ഇട്ടിട്ട് കണ്ണിലേക്കാക്കണം എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പം ഇങ്ങനെ കാട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ഊതും. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഓല് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഒരു സാധാ നോർമൽ ലെയർ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ റാ പോലെ കടന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലെയർ കട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ. എല്ലാവർക്കും ബൈ.